സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ. മതിലുകൾ എന്ന പേരിൽ ഒരു ചെറിയ പ്രേമകഥ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മുമ്പ് പറഞ്ഞതായി ഓർമ്മ തോന്നുന്നില്ല. സ്ത്രീയുടെ ഗന്ധം അല്ലെങ്കിൽ പെണ്ണിൻ്റെ മണം എന്നതിന് ഏതെങ്കിലും ഒരു പേരിടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ ഇപ്പോൾ അങ്ങ് പറയുകയാണ്. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളണം. സംഭവം കുറേ പഴക്കമുള്ളതാണ്. നമ്മൾ സാധാരണയായി കാലം എന്നൊക്കെ പറയാറുണ്ടല്ലോ, ആ മഹാകാലത്തിൻ്റെ അക്കരെ നിന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇക്കരെയാണെന്ന് ഓർക്കണം. ഏകാന്തമായ ഹൃദയം, അതിൻ്റെ മഹാതീരത്തു നിന്ന് വന്നു ചേരുന്ന ഒരു ശോകഗാനമാണിത്. ഉയർന്ന കന്മതിലുകൾ ആകാശം മുട്ടുന്ന മാതിരി അത് എന്നെയും സെൻട്രൽ ജയിലിനെയും ചുറ്റിക്കൊണ്ടങ്ങനെ നിൽക്കുകയാണ്. ഉള്ളിൽ അനേകം കെട്ടിടങ്ങൾ, അനേകം മനുഷ്യർ. തടവുകാരെല്ലാം അകത്തായി കഴിഞ്ഞു. കാര്യമായ ശബ്ദങ്ങളൊന്നുമില്ല. വെളുപ്പിന് തൂക്കിക്കൊല്ലേണ്ടവരുണ്ട്. കാലാവധി തീർന്ന് നാളെ സ്വതന്ത്ര ലോകത്തേക്ക് പോകുന്നവരുണ്ട്. എങ്കിലും ആകെക്കൂടി ഒരു പ്രശാന്തത. ഞങ്ങൾ നടക്കുകയാണ് തൂക്കുമരത്തിൻ്റെ ഏതാണ്ട് അടുത്തുകൂടി. വളരെ വീതിയില്ലാത്ത റോഡ്, ഇടവും വലവും തൊട്ടടുത്തും നെടുനീളത്തിൽ മതിലുകൾ. എൻ്റെ മുമ്പേ വാർഡൻ ജയിൽ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് എന്നെ ഒരു നമ്പറാക്കിയിട്ട് കുറേ മിനിറ്റുകളെ ആയിട്ടുള്ളൂ. കറുത്ത വരെയുള്ള വെള്ള തൊപ്പി, വെള്ള ഷർട്ട്, വെള്ളമുണ്ട്, കിടക്കാനുള്ള ജമുക്കാളം, പുതയ്ക്കാനുള്ള കരിമ്പടം, ഉണ്ണാനും കുടിക്കാനുമുള്ള പാത്രങ്ങൾ, എല്ലാറ്റിലുമുണ്ട് നമ്പർ. ഞാനൊരു കന്നിക്കാരനൊന്നുമല്ല. മുമ്പ് കുറേ പ്രാവശ്യം ജയിലുകളിലെ നമ്പറുകളായിട്ടുണ്ട്. ന്യൂമറോളജി എന്നൊരു പുസ്തകം പണ്ട് വായിച്ച് ഓർമ്മ വെച്ചുകൊണ്ട് എൻ്റെ പുത്തൻ നമ്പർ ഞാനൊന്ന് നോക്കി. അക്കങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി നോക്കി. നല്ലത്, ഞാൻ 9 9ൻ്റെ ഫലം എന്തൊക്കെയാണ്? ഈ ജയിലിൽ അനുഭവപ്പെടാൻ പോകുന്ന സംഭവവികാസങ്ങൾ എന്തെല്ലാം? ചുമ്മാ ചിന്തിച്ചു. നടപ്പ് പതുക്കെയാണ്. ഒന്ന് വേഗം നടക്കാമോ? വാർഡറുടെ ആജ്ഞ. അത് കേട്ടപ്പോൾ ഞാനങ്ങ് ചിരി വന്നു. ചിരിക്കാനുള്ള സന്ദർഭങ്ങൾ ഒരിക്കലും ഞാൻ പാഴാക്കാറില്ല. മനുഷ്യകുലത്തിനായുള്ള ഈശ്വരൻ്റെ പ്രത്യേകമായുള്ള ഒരനുഗ്രഹമാണ് ഈ ചിരി. ഞാൻ ചോദിച്ചു, ഇത്ര ധൃതിയിലെങ്ങോട്ടാണ് ഈ ഭൂഗോളത്ത് നിന്ന്? വാർഡൻ മിണ്ടിയില്ല. നടക്കുകയാണ്. ഞാൻ പറഞ്ഞു, എന്നെ വല്ല മാളത്തിലും കൊണ്ടുപോയി അടച്ചിട്ട് ഓടിപ്പോയി വലിയൊരു കച്ചവടം നടത്താനുണ്ടല്ലേ? എന്താണെന്ന് വെച്ചാൽ സംഗതി ഒരല്പം ഗൗരവമുള്ളതാണ്. 50-60 മൈൽ ദൂരെ ഒരു പട്ടണത്തിലെ പ്രധാനപ്പെട്ട ഒരു പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിൽ എന്നെ തടവിലിട്ടിരിക്കുകയായിരുന്നു. ഒരു 11-14 മാസം. കേസെടുക്കുകയില്ല, ചുമ്മാ ഇട്ടിരിക്കുന്നു. പോലീസ് ഇൻസ്പെക്ടറുടെ ഉപദേശമനുസരിച്ച് ഞാൻ ബഹളമുണ്ടാക്കി, പട്ടിണി കിടന്നു. എന്ന് പറഞ്ഞാൽ നിരാഹാരവ്രത സത്യാഗ്രഹം. കേസെടുപ്പിച്ചു, ശിക്ഷ വാങ്ങിച്ചു. ഒരേ കുടുംബത്തിലെ അംഗമെന്ന നിലയിലാണ് ഞാൻ ആ പോലീസ് ലോക്കപ്പിൽ 100 പോലീസുകാരുടെയും ഇൻസ്പെക്ടറുടെയും മേൽനോട്ടത്തിൽ കഴിഞ്ഞത്. എൻ്റെ വലത് കൈ നടുവിരലിൻ്റെ അറ്റം മുതൽ ഉരം വരെ അടിച്ചു തകർത്ത് പഞ്ഞിയാക്കി കളയും എന്നോ മറ്റോ കുറേ റിസർവ് പോലീസുകാർ പറഞ്ഞിരുന്നു. എൻ്റെ മാതാപിതാക്കളോടും സഹോദരന്മാരോടും. സത്യത്തിൽ പോലീസുകാരല്ല പറഞ്ഞത്, ഒരു മജിസ്ട്രേറ്റാണ്. പോലീസുകാരുള്ള മൂച്ച്. എന്നെ അറസ്റ്റ് ചെയ്യാൻ വീട് വളഞ്ഞ സന്ദർഭം. ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ എന്നെ പിടിച്ചു. ആരും എന്നെ തല്ലിയില്ല. പോലീസുകാർ പലരും എൻ്റെ ശിഷ്യന്മാരായി തീർന്ന മട്ടിലായി. ഒരു ഹെഡ് കോൺസ്റ്റബിളിൻ്റെ പ്രൗഢിയായിരുന്നു എനിക്കവിടെ. ലോക്കപ്പിൽ കിടന്ന് ഞാൻ കുറേ പോലീസ് കഥകൾ എഴുതി. കടലാസും പെൻസിലും പോലീസ് ഇൻസ്പെക്ടർ തന്നതാണ്. ഞാൻ അവിടെ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. കൂടെ 2 പോലീസുകാരുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ 2 തോക്കുകളും ഉണ്ടായിരുന്നു. പോക്കറ്റിൽ കൈവിലങ്ങും. അവരാണ് സെൻട്രൽ ജയിലിൽ എന്നെ കൊണ്ട് ഏൽപ്പിച്ചത്. ഇപ്പറഞ്ഞതൊന്നുമല്ല സംഗതി. ആ പോലീസുകാർ എനിക്ക് 2 കെട്ട് ബീഡിയും ഒരു തീപ്പെട്ടിയും ഒരു പുത്തൻ ബ്ലേഡും വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ജയിലിൽ അനുവദിക്കാൻ പാടില്ല എന്നുള്ള സുന്ദരമായ പ്രസ്താവനയോടെ എൻ്റെ പോക്കറ്റിൽ നിന്ന് വാർഡൻ അതെല്ലാം എടുത്തു. എന്നിട്ട് തൻ്റെ മഹോന്നതമായ തൊപ്പിയെടുത്ത് അതിനുള്ളിലാക്കിയിട്ട് പഴന്തുണി വെച്ച് മൂടി തലയിൽ കമിഴ്ത്തി ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മാതിരി നടക്കുകയാണ്. പരമദ്രോഹി. നടക്കട്ടെ. ആ ബ്ലേഡ് എന്തിനാണെന്നോ? നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊന്നുമല്ല. തീപ്പെട്ടിക്കോലുകൾ 2 കീറാനാണ്.
ആറായിട്ട് കയറുന്ന മഹാകലാകാരന്മാരെ മുമ്പ് ഈ ഉള്ളവൻ കണ്ടിട്ടുണ്ട്. ബ്ലേഡ് കൊണ്ടുള്ള വേറെയുണ്ട് പണി. ജയിലിൽ തീപ്പെട്ടി സുലഭമായി കിട്ടിയെന്ന് വരില്ല. അതിന് കാശ് വേണമല്ലോ. അത് നമ്മുടെ പക്കലില്ല. ആ ബ്ലേഡിനെ ഒരു ചക്കിയാക്കാം. അവനെ ഒറ്റയ്ക്ക് ചക്കി എന്ന് പറയുക നിഷിദ്ധം. ചക്കിയുടെ ജനനം താഴെ പറയുന്ന പ്രകാരമാണ്. സർക്കാർ കിടക്കാൻ തന്നിട്ടുള്ള ജമുക്കാളമുണ്ട്. അതിൻ്റെ നൂല് ഒരു 2 വിരൽ വണ്ണത്തിൽ സംഭരിക്കുക. നീളം കൈപ്പത്തിയുടേത് മതി. ഒരു 2 ഇഞ്ച് തല വെച്ചെന്ന് കെട്ടണം. എന്നിട്ട് ആ തല നല്ലവണ്ണം തീ കൊളുത്തി കരിക്കുക. കരിയുള്ള ഭാഗം ഒരു തുകൽ കഷ്ണം 2-3 മടക്കി അതിൽ വെച്ച് കെട്ടുകയാണ് വലിയ കലാകാരന്മാർ ചെയ്യുക. നമ്മെപ്പോലുള്ള ദാരിദ്ര്യ കലാകാരന് പ്ലാവില കിട്ടിയാലും മതിയാകും. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ ഉരുക്ക് കഷ്ണമാണ്. അതെവിടെ കിട്ടും? ഉരുക്ക് കഷ്ണം പോലെയല്ല ബീഡി, തീപ്പെട്ടി, കഞ്ചാവ്, ചാരായം, ചക്കര എന്ന് വേണ്ട ഒരുവിധം ആവശ്യമുള്ളതെല്ലാം ജയിലിൽ കിട്ടും. അതിനൊക്കെ കാശ് വേണം. ഒരു ബ്ലേഡ് കയ്യിലുണ്ടെങ്കിൽ അത് സിമൻ്റ് തറയിലോ കരിങ്കലിലോ ഉരച്ചാൽ തീപ്പൊരി ഉണ്ടാകും. ആ തീപ്പൊരി മറ്റവനെ കരിഞ്ഞ തലയിൽ കൊണ്ടാൽ തീ സുലഭം. ബ്ലേഡ് ഒരു കഷ്ണം മരക്കമ്പിൽ ആഴ്ത്തി വായ്ത്തല ശകലം മാത്രം വെളിയിലാക്കി വെക്കണം. ഇത്രയും വിശേഷങ്ങളാണ് ആ വാർഡൻ മഹാൻ്റെ മഹത്തായ തൊപ്പിക്കുള്ളിലിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, പോലീസുകാർ ദരിദ്രവാസികളല്ല. വാർഡൻ കേട്ടില്ലേ? അയാൾ മിണ്ടാതെ നടക്കുകയാണ്. എല്ലാം അയാൾ വിൽക്കും. മക്കൾക്കും മക്കളുടെ മക്കൾക്കും അചന്ദ്രതാരം തിന്നാനുള്ള വക ദരിദ്രവാസി ഇപ്പോൾ സമ്പാദിച്ചു കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, വാർഡർക്ക് മക്കൾ എത്രയുണ്ട്? മനോരാജ്യത്തിലിരുന്ന വണ്ണം വാർഡൻ പറഞ്ഞു, 6. 5 പെണ്ണും 1 ആണും. പാവം വാർഡൻ. 5 പെണ്ണേ? ഞാൻ ചോദിച്ചു. കുഞ്ഞുങ്ങൾക്കും തള്ളയ്ക്കുമെല്ലാം സുഖം തന്നെയല്ലേ? അതെ അതെ, വാർഡൻ പറഞ്ഞു. വേഗം നടക്ക്. ധൃതിയുടെ രഹസ്യം സ്പഷ്ടം. ഞാൻ ചോദിച്ചു, നിങ്ങൾ മരിച്ചു പോയാൽ അവരുടെ സ്ഥിതി എന്ത്? വാർഡൻ പറഞ്ഞു, ദൈവം രക്ഷിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് സംശയമാണ്. വാർഡൻ ചോദിച്ചു, അതെന്താ? ഞാൻ പറഞ്ഞു, ദിവ്യജ്ഞാനം. എങ്ങനെ കിട്ടിയെന്ന് പറയാം. ഞാൻ പണ്ട് ഒരു സന്യാസിയായിരുന്നു. ഞാൻ ചെന്ന് താമസിച്ചിട്ടില്ലാത്ത വിശുദ്ധ മസ്ജിദുകൾ, പുണ്യക്ഷേത്രങ്ങൾ ഇന്ത്യയിലില്ല. ചെന്ന് കുളിച്ചിട്ടില്ലാത്ത പുണ്യനദികളുമില്ല. കൊടുമുടികൾ, താഴ്വരകൾ, വനാന്തരങ്ങൾ, മരുഭൂമികൾ, കടലോരങ്ങൾ, തകർന്നടിഞ്ഞ ദേവാലയങ്ങൾ. അതുകൊണ്ട് ദൈവം നിങ്ങളെ വെറുതെ വിടുകയില്ല. വാർഡൻ പറഞ്ഞു, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ചോദിച്ചു, ഇന്ന് വാർഡൻ നടത്തിയ ഭയങ്കര തീവെട്ടിക്കൊള്ളയോ? വാർഡർക്ക് അത്ഭുതം തോന്നി. അയാൾ ചോദിച്ചു, ഇന്ന് ഞാൻ എന്ത് തീവെട്ടിക്കൊള്ള നടത്തി? ഞാൻ പറഞ്ഞു, വാർഡൻ മരിക്കുന്നു. ആത്മാവ് ദൈവത്തിൻ്റെ മഹാസന്നിധിയിൽ ചെല്ലുന്നു. ദൈവം ചോദിക്കുന്നു, ദരിദ്രവാസിയായ ഹേ ജയിൽ വാർഡറെ, പാവപ്പെട്ട ബഷീറിൻ്റെ ഒരു ബ്ലേഡും ഒരു തീപ്പെട്ടിയും 2 കെട്ട് ബീഡിയും എവിടെ? വാർഡൻ മിണ്ടുന്നില്ല, നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, വരൂ, എന്നെ കൊണ്ടുപോയി കൂട്ടിലടച്ചിട്ട് കച്ചവടത്തിന് പോകണ്ടേ? വാർഡൻ അനങ്ങുന്നില്ല, മിണ്ടുന്നില്ല. അയാൾ പതുക്കെ കുലുങ്ങി ചിരിച്ചുകൊണ്ട് തൊപ്പി ഊരി. എന്നിട്ട് എൻ്റെ സ്വത്തുക്കളെല്ലാം തിരികെ തന്നു. നല്ല വാർഡൻ. ഞാൻ പറഞ്ഞു, ഗാന്ധിജി നിരാഹാരവ്രതത്താൽ മരണശൈലിയിലാണെന്ന് ഇന്ന് കാലത്തും ആ പോലീസ് ഇൻസ്പെക്ടർ എന്നോട് പറഞ്ഞു. വാർഡൻ വല്ല വിശേഷവും കേട്ടോ? വാർഡൻ പറഞ്ഞു, അദ്ദേഹം നിരാഹാരവ്രതം അവസാനിപ്പിച്ച് മധുര നാരങ്ങ നീര് കുടിച്ചു. സന്തോഷം. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി നീണാൾ വാഴട്ടെ. എല്ലാ മനുഷ്യരും. ഞങ്ങൾ പല ഇരുമ്പ് വാതിലുകളും കടന്നങ്ങനെ പോയിക്കൊണ്ടിരുന്നു. മതിലുകൾ. ഞാനും ചോദിച്ചു, ഇപ്പോൾ ഈ ജയിലിൽ രാഷ്ട്രീയ തടവുകാരായി എത്ര പേരുണ്ട്? നിങ്ങളെ കൊണ്ടുപോകുന്നിടത്തും 17 പേരുണ്ട്. നിങ്ങളും ചേർന്ന് 18 ആകും. അത് ശരി. ഒരു പ്രത്യേക സ്ഥലത്തേക്കാണല്ലേ കൊണ്ടുപോകുന്നത്? സർക്കാർ ഈ ഉള്ളവനെ വേണ്ടത്ര ഗൗരവത്തോടുകൂടി വീക്ഷിക്കുന്നുണ്ട്. നല്ലത്. അങ്ങനെ നടക്കുമ്പോൾ ഈ ലോകത്ത് വെച്ച് ഏറ്റവും മാദകമായ പരിമളം, സ്ത്രീയുടെ ഗന്ധം, പെണ്ണിൻ്റെ മണം. ഞാൻ ആകെ ഇളികിപ്പോയി. എൻ്റെ ഓരോ അണുക്കളും ഉണർന്നു. എൻ്റെ നാസാരന്ധ്രങ്ങൾ വിടർന്നു. ഞാൻ ഈ ലോകത്തെ മുഴുവൻ എന്നിലേക്ക് വലിച്ചു. എവിടെ അവൾ? ഞാൻ ചുറ്റും നോക്കി. ആരുമില്ല, ഒന്നുമില്ല. അങ്ങനെ നടക്കുമ്പോൾ ഈ ലോകത്ത് വെച്ച് ഏറ്റവും മനോഹരമായ ശബ്ദം, സ്ത്രീയുടെ ചിരി. ഈ ശബ്ദവും ഗന്ധവും ഒരുമിച്ച് വന്നതാണോ? അതോ ഒന്നിൽ നിന്ന് മറ്റൊന്ന് ഞാൻ ഭാവന ചെയ്തതോ?
സ്ത്രീ എന്ന അത്ഭുത സൃഷ്ടിയെ ഞാൻ മറന്നിരിക്കുകയായിരുന്നു. ഞാൻ കേട്ട ചിരി സത്യം, എന്നിലേക്ക് പാഞ്ഞു വന്ന ഗന്ധവും സത്യം. ഞാൻ പറയുന്നത് സോപ്പിൻ്റെ ഗന്ധമല്ല, ഇഞ്ചിയുടെയോ താളിയുടെയോ എണ്ണയുടെയോ ഗന്ധമല്ല, പൗഡറും വിയർപ്പും കൂടി കലർന്ന ഗന്ധവുമല്ല. സാക്ഷാൽ സ്ത്രീയുടെ അതിശയകരമായ ഗന്ധം. ഇതെവിടെ നിന്ന്? ആ ചിരിയോ? ആ ഗന്ധം പിന്നെയും ഞാൻ ഓർത്തു. ഞാനാകെ ഒരു ശ്വാസമുട്ടൽ പോലെ. നാസാരന്ധ്രങ്ങൾ വീണ്ടും വീണ്ടും വിടർന്നു. ഹൃദയം ഉത്കണ്ഠയോടെ പൊട്ടാൻ പോകുന്നത് പോലെ. പെണ്ണേ, നീ എവിടെ? ഞാൻ ചോദിച്ചു. ആ കേട്ട പെണ്ണിൻ്റെ ചിരി എവിടെ നിന്ന്? വാർഡൻ പരിഹസിക്കുന്ന മട്ടിൽ ചോദിച്ചു. കല്യാണം കഴിച്ചിട്ടില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല. പക്ഷേ എൻ്റെ ചോദ്യവുമായി ഈ കല്യാണക്കാര്യത്തിന് എന്ത് ബന്ധം? അതെല്ലാം ശ്രദ്ധിക്കുന്നതെന്തിന്? ഭീതി ജനിപ്പിക്കുന്ന സെൻട്രൽ ജയിലിനകത്ത് കൊല്ലുന്ന തൂക്കുമരത്തിൻ്റെ പരിസരത്ത് വെച്ച് ഒരു സ്ത്രീയുടെ ചിരി കേട്ടു. അതിനുടനെ കല്യാണം കഴിക്കണം? എന്നാൽ മാത്രമേ അതവിടെ നിന്ന് ചോദിക്കാൻ എനിക്ക് അവകാശമുള്ളൂ. നല്ല ന്യായം. വാർഡൻ ചിരിച്ചു. അയാൾ പറഞ്ഞു, അത് പെൺജയിലിൽ നിന്നാണ്. അതിൻ്റെ തൊട്ടടുത്താണ് നിങ്ങൾ താമസിക്കാൻ പോകുന്നത്. ഇടയ്ക്ക് ഒരു മതിലേയുള്ളൂ. ശിക്ഷ എത്ര കാലം? 2 കൊല്ലം കഠിന തടവും 1000 രൂപ പിഴയും. പിഴ ഒടുക്കിയില്ലെങ്കിൽ മണ്ണും ചുമട് 6 മാസം കൂടി. എനിക്കും പെൺജയിലിനും ഇടയ്ക്ക് ഒരു മതിൽ മാത്രമേ ഉണ്ടായിരിക്കൂ, അല്ലേ? മതിൽ, പെൺജയിൽ, തങ്കക്കുടങ്ങളെ. ഞങ്ങൾ നടന്നു. ജമുക്കാളവും കരിമ്പടവും ഞാൻ എൻ്റെ ഹൃദയത്തോടടുപ്പിച്ചു. ഇരുമ്പഴി വാതിൽ തുറന്ന് ഞങ്ങൾ ഒരു പ്രത്യേക മതിൽക്കെട്ടിനുള്ളിൽ കടന്നു. വളരെ വൃക്ഷങ്ങൾ, അധികവും പ്ലാവാണ്. കുറേ കോട്ടേജുകൾ. കിഴക്കാണ് തിരിഞ്ഞു നിൽക്കുമ്പോൾ ദൂരെയായി ഇരുവശവും ഓരോ വൻമതിലുകൾ. വലതുവശത്തെ മതിലിനപ്പുറം വിശാലമായ സ്വതന്ത്ര ലോകം. ഇടതുവശത്തെ മതിലിനപ്പുറത്ത് പെൺജയിൽ. ഈ കോട്ടേജുകൾ ഓരോന്നും ചെറുമതിലുകളായി ചുറ്റപ്പെട്ട ലോക്കപ്പുകളാണ്. എന്നെ അവിടെയുള്ള വാർഡൻ ഏറ്റുവാങ്ങി. കൂടെ വന്ന വാർഡൻ ഞാൻ തൊഴുതു. അയാൾ എന്നെയും തൊഴുതിട്ട് പോയി. നല്ല വാർഡൻ, ദൈവം രക്ഷിക്കട്ടെ. പുത്തൻ വാർഡൻ എന്നെ ഒന്ന് കോട്ടേജിലേക്ക് കൊണ്ടുപോയി. അതിൻ്റെ ഇരുമ്പ് വാതിൽ തുറന്നു. വളരെ ചെറിയൊരു മുറി. മുറിക്ക് വെളിയിൽ ഒരു വശത്ത് ദൂരെ കക്കൂസ്. വാതിലിനടുത്ത് എണ്ണവണ്ണം പൈപ്പ്. ഞാൻ ആ പൈപ്പ് തുറന്ന് കൈകാൽ മുഖം കഴുകി. കുറേ വെള്ളം കുടിച്ച് ഒരു പാത്രത്തിൽ വെള്ളവുമായി ഈശ്വരനാമം ഉച്ചരിച്ചുകൊണ്ട് വലതുകാല് വെച്ച് ചെറു ജയിലിൻ്റെ അകത്ത് കയറി. മതിലുകളുടെ അനേകം മതിലുകളുടെ അകത്താണ് ഞാൻ. വാർഡൻ ഇരുമ്പ് വഴി വാതിൽ അടച്ചു താഴിട്ട് പൂട്ടി. ഞാൻ പറഞ്ഞു, പൊന്നു സർക്കാരിൻ്റെ ഈ പുതിയ അഗതിക്ക് അത്താഴം തന്നില്ല. വാർഡൻ പറഞ്ഞു, ഇന്നത്തെ കണക്കിലല്ല നിങ്ങൾ വന്നത്. നാളെ കാലത്ത് മുതൽ കിട്ടും. ഞാൻ പറഞ്ഞു, എന്നാൽ എന്നെ തുറന്നു വിടൂ. നാളത്തെ കണക്കിൽ വരാം. വാർഡൻ ചോദിച്ചു, കേസ് എന്താണ്? ഞാൻ പറഞ്ഞു, എഴുത്ത്, രാജ്യദ്രോഹം. വാർഡൻ ഞെട്ടിത്തെറിച്ച മട്ടിൽ പറഞ്ഞു, രാജ്യദ്രോഹം? ശ്രീ പത്മനാഭ രക്ഷിക്കണേ. രാജഭക്തന് ലോക്കപ്പിൻ്റെ കമ്പിയഴി വാതിലിനുള്ളിൽ വെളിയിലായി മുകളിൽ ഭയങ്കര വെളിച്ചമുള്ള ഒരു ബൾബ് തെളിഞ്ഞു. വാർഡൻ പോയി. പ്രപഞ്ചമാകുന്ന മഹാജയിലിനുള്ളിലെ ചെറിയ ജയിലിന് ഞാൻ തനിച്ച്. ഞാനും അനന്തതയും. ഞാൻ ജമുക്കാളം ശരിപ്പെടുത്തി. പാത്രങ്ങൾ മൂലയിൽ വെച്ചു. സന്ധ്യ മയങ്ങി വരികയാണ്. ഞാനും ലോക്കപ്പിനകത്തും നല്ല വെളിച്ചത്തിലാണ്. ഞാൻ ഇന്നത്തെ കണക്കിലുള്ളവനല്ല. ദൈവമേ, അതുകൊണ്ട് രാത്രി പട്ടിണി കിടക്കണം. എന്തെങ്കിലും ആഹാരം വരുത്താൻ നന്നായി എനിക്കറിയാം. ഇരുമ്പ് വാതിൽ പിടിച്ച് ഭയങ്കരമായി കുലുക്കി വാർഡനെ വിളിച്ചുകൂവി ബഹളമുണ്ടാക്കാം. ജയിലർ സൂപ്രണ്ട് മുതലായവരെ വരുത്തുകയും ചെയ്യാം. അങ്ങനെ ആഹാരം കിട്ടും. ഞാൻ വിചാരിച്ചു, വേണ്ട, സാഹിത്യത്തിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ത്യാഗം അനുഷ്ഠിക്കണമല്ലോ. നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കുറേയേറെ അടിയിടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. വളരെ ദയവോടെ തോക്കിൻ്റെ പാത്തി കൊണ്ട് എൻ്റെ നെഞ്ച് തടിച്ച് എന്നെ പതുക്കെ വീഴ്ത്തിയിട്ടുണ്ട്. തെരുവിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ കുറേ പ്രാവശ്യം ജയിലിലും കിടന്നു. ഇനിയോ? ഇപ്പോഴത്തെ ഈ ജയിൽവാസം സാക്ഷാൽ സാഹിത്യത്തിന് വേണ്ടിയത്രേ. രാഷ്ട്രീയവുമുണ്ട്. ഓർത്തപ്പോൾ ശകലം അഭിമാനമൊക്കെ തോന്നി. കുറേ വെള്ളം കുടിച്ചു. ബ്ലേഡ് എടുത്ത് തീപ്പെട്ടി കമ്പ് 2ആയി പിളർക്കാൻ മറന്നു. ഒരു മുഴുവൻ കോല് തന്നെ കത്തിച്ച് രാജകീയമായിട്ടങ്ങ് ഒരു ബീഡി വലിച്ചു. 5-6 വലി വലിച്ചതിന് ശേഷം ബീഡി കെടുത്തി വെച്ചു. ധൂർത്ത് നല്ലതല്ല. അങ്ങനെ ഇരുന്ന് ഞാൻ ശ്രദ്ധിച്ചു. സ്ത്രീയുടെ ചിരി കേൾക്കുന്നില്ല. പെണ്ണിൻ്റെ മണം അനുഭവപ്പെടുന്നില്ല.
എന്താണ് കാരണം? ഞാനിരിക്കുന്നത് പെൺ ജയിലിനടുത്താണ് താനും. നീ എവിടെയാണ് പെണ്ണേ? പെണ്ണിൻ്റെ ആ ആദിമമായ മണം ഒരു പക്ഷേ എൻ്റെ ഭാവനയായിരിക്കുമോ? പണ്ട് അനന്തകോടി മന്വന്തരങ്ങൾക്ക് മുമ്പ് ആദവുമായി ഏദൻ തോട്ടത്തിൽ ഉണർന്നപ്പോൾ അനുഭവപ്പെട്ട ഹവ്വയുടെ അത്ഭുതകരമായ മണം എൻ്റെ ആത്മാവിൽ സംഭരിച്ചു വച്ചിരിക്കുന്നതായിരിക്കാം. മരുഭൂമിയിൽ ദാഹിച്ചു വലഞ്ഞ് തളർന്ന യാത്രകന് കാണുന്ന തെളിനീര് തടാകം വെറും മരീചിക. അതുപോലെയെല്ലാം മാഞ്ഞുപോയി. പക്ഷേ ഉണർന്ന ആത്മാവ്, വിടർന്ന നാസാരന്ധ്രങ്ങൾ, പൊട്ടാൻ പോകുന്ന ഹൃദയം. പെണ്ണേ, എവിടെ ആ മനോഹര ശബ്ദം? എവിടെ ആ മാദക പരിമളം? ഞാൻ ഇരുമ്പഴികൾക്കുള്ളിലൂടെ വെളിയിലേക്ക് നോക്കി. വെളിച്ചത്തിൻ്റെ ഉഗ്രത കാരണം ഒന്നും കാണാൻ വയ്യ. ലോകത്തെ ഇരുൾ മൂടിക്കഴിഞ്ഞു. എന്നാൽ ഇരുട്ടിനെ ശരിക്കും കാണാനും വയ്യ. ഒന്ന് മനസ്സിലായി, ഞാൻ ഇതുവരെ ഇരുട്ട് കണ്ടിട്ടില്ല. ഒന്നും കാണാൻ കഴിയാത്ത അത്ഭുതകരമായ ആദിമമായ കൂരിരുളെ, അനന്തമില്ലാത്ത ആകാശവിശാലതയിൽ മിന്നി തിളങ്ങുന്ന നക്ഷത്രക്കോടികളെ, ചന്ദ്രികാർച്ചിതമായ മോഹനരാവേ, നിങ്ങളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇത് ശരിയല്ല. കണ്ടിട്ടുണ്ട്, എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ലെന്ന് മാത്രം. രാത്രിയുടെയും മറ്റും സൗന്ദര്യം ആര് വകവയ്ക്കുന്നു? ആര് ശ്രദ്ധിക്കുന്നു? യാമിനി. ഓർത്തപ്പോൾ പണ്ടത്തെ ഒരു സുന്ദരരാത്രി ഓർമ്മ വന്നു. ഒരു ചെറു ഗ്രാമം, പിന്നെ അങ്ങോട്ട് ആയിരം മൈൽ, വെറും പൊടിമണൽ നിറഞ്ഞ മരുഭൂമി, ചക്രവാളം, മഹാചക്രവാളം നിറയെ ഇതുപോലുള്ള ഒരു സന്ധ്യ. ഞാൻ ആ മരുഭൂമിയിലേക്ക് ഇറങ്ങി. ഏതാണ്ട് 1 മൈൽ നടന്നു കാണും. ചുറ്റും വെൺപട്ട് വിരിച്ചതുപോലെ മണൽപ്പരപ്പ് മാത്രം. ഞാൻ ആ മഹാപ്രപഞ്ചത്തിൻ്റെ ഒത്ത നടുക്ക് തനിച്ച് തലയ്ക്ക് മീതെ കൈയെത്തിച്ചു. തൊടാനാവുന്ന ഉയരത്തിൽ തെളിവേറിയ പൂർണ്ണചന്ദ്രന്. നിശബ്ദ പ്രപഞ്ചം. എന്നാൽ ഏതോ ദിവ്യമായ നിശബ്ദ സംഗീതം പോലെ, നാദബ്രഹ്മത്തിൻ്റെ അനന്തമായ വിഭ്രമം. എല്ലാം അതിൽ മുഴുകിപ്പോയിരിക്കുന്നു. ആനന്ദാത്ഭുതത്തോടെ ഞാൻ നിന്നു. എൻ്റെ അത്ഭുതവും ആനന്ദവും കണ്ണുനീരായി മാറി. ഞാൻ കരഞ്ഞു. ആവതില്ലാതെ ഞാൻ കരഞ്ഞുകൊണ്ട് മനുഷ്യരുടെ ഇടയിലേക്ക് ഓടി. ലോകാലോകങ്ങളുടെ സൃഷ്ടാവേ, എന്നെ രക്ഷിക്ക്. എനിക്ക് ഉൾക്കൊള്ളാൻ തീരെ കഴിയുന്നില്ല നിൻ്റെ ഈ മഹാപ്രഭവം, ഈ മഹാത്ഭുതം. ഞാൻ വളരെ ചെറിയ ഒരു ജീവിയാണല്ലോ. എനിക്ക് വയ്യ. എന്നെ രക്ഷിക്ക്. പിന്നീട് എനിക്ക് ഓർമ്മ വരുന്നത്, ജയിൽ വാർഡൻ രാവിലെ വന്ന് താഴെ തുറന്ന് ഇരുമ്പഴിക്കുള്ളിൽ പിടിച്ച് ഒന്ന് കുലുക്കിയപ്പോഴാണ്. സലാം പ്രപഞ്ചമേ. ഞാൻ എണീറ്റു. കഷ്ണം ബീഡിയും കത്തിച്ചുപോയി. രാജകീയമായിട്ട് തന്നെ പ്രഭാതകൃത്യങ്ങൾ ആരംഭിച്ചു. പല്ല് തേച്ചത് ഒരു ആര്യവേപ്പിൻ്റെ കമ്പുകൊണ്ടാണ്. പണ്ട് ഞാൻ ഹിമാലയ സാനുക്കൾ ഇതുപോലെ ആര്യവേപ്പിന് കമ്പുകൊണ്ട് പല്ലുകൾ വൃത്തിയാക്കിയിരുന്നു. പൈപ്പിന് താഴെ നിന്ന് രാജകീയമായിട്ട് തന്നെ കുളിച്ചു. എന്നിട്ട് ജയിൽ ഉടുപ്പുകൾ ധരിച്ച് കഞ്ഞിക്കുള്ള പാത്രം എടുത്തു കഴുകിയിട്ട് നേതാക്കന്മാരെ കാണാൻ പോയി. അവിടെയുള്ളവരെല്ലാം തന്നെ നേതാക്കന്മാരാണ്. എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോഴാണ് വലിയ ഒരു പാത്രത്തിൽ കഞ്ഞി വന്നു. സമൃദ്ധമായി ചട്നിയും ചേർത്ത് കഞ്ഞി കുടിച്ചു. വാസ്തവത്തിൽ കഴിച്ചത് കഞ്ചോ ആണ്. ഈ കഞ്ചോയുടെ വിധി ശരിക്കും പറയാം. കഞ്ഞിവെള്ളം ആദ്യം കുറേയേറെ അങ്ങ് വലിച്ചു കുടിക്കുക. എന്നിട്ട് ചട്നിയിട്ട് കുഴച്ച് സ്റ്റൈലിനായി വാരി ചോറ് ഉണ്ണുക. അതിനുശേഷം കൈ, വായ്, പാത്രമൊക്കെ കഴുകണം. അതിനുശേഷം പച്ചവെള്ളം ലേശം കൂടി കുടിക്കുക. ജീവിതം പരമസുഖം. ഇങ്ങനെ സുഖം വരുത്തിയതിന് ശേഷം ഒരു തീപ്പെട്ടിക്കോല് 2ആയി കീറി ഒരു ബീഡി കത്തിച്ച് വലിച്ചു. അത് കെടുത്തി വെച്ചിട്ട് ജയിലിനകത്തെ ലോകം കാണാനിറങ്ങി. എന്ന് വെച്ചാൽ ജയിലാകെ ഒന്ന് സന്ദർശിക്കാൻ തന്നെ. എനിക്ക് തേയില വേണം, പഞ്ചസാര വേണം. ജയിലാണെങ്കിലും ശകലം ചായ കുടിക്കണം. കടും ചായ മതി. നേതാക്കന്മാരുടെ പക്കൽ തേയിലയുമില്ല, പഞ്ചസാരയുമില്ല. ഒരു ഉഗ്ര നേതാവിൻ്റെ കയ്യിൽ രഹസ്യമായി ഇനോസ് ഫ്രൂട്ട് സാലഡ് ഉണ്ട്. അതില്ലാതെ അദ്ദേഹത്തിന് പ്രഭാതകൃത്യങ്ങൾ ആരംഭിക്കാൻ തന്നെ വയ്യ. വേറൊരു മൊഷടന് നേതാവിൻ്റെ പക്കൽ രഹസ്യമായുള്ളത് കാറൽ മാർക്സിൻ്റെ ക്യാപിറ്റൽ എന്ന തകർപ്പൻ പുസ്തകമാണ്. വേറൊരു രസികന് നേതാവിൻ്റെ പക്കൽ രഹസ്യമായി 2 കുത്തുചീട്ടുകളുണ്ട്. എന്നെ ബ്രിഡ്ജ് എന്ന അത്ഭുതകളി പഠിപ്പിക്കാം. ഞാൻ നേതാക്കന്മാരെ വർജിച്ചു. 1 മാസം കഴിഞ്ഞപ്പോൾ രാജകീയ നിലയിൽ ഡീലക്സ് ലൈഫാണ് നമ്മുടേത്. നമ്മുടെ കൂടിൻ്റെ മൂലയിൽ 2 ഇഷ്ടികകളുണ്ട്. അടുത്ത് തന്നെ പ്ലാവിൻ്റെ വണ്ണം കുറഞ്ഞ ഉണക്കക്കമ്പുകൾ ഒരു കെട്ട്. അതിനടുത്ത് ഒരു ചെറിയ പാത്രം. ചായ ഉണ്ടാക്കാനാണ്.
തേയിലയും പഞ്ചസാരയും 2 കടലാസ് കെട്ടുകളിൽ കിടക്കയുടെ അടിയിൽ ചെറു തലയിണകളായി പ്രക്ഷോഭിക്കുന്നു. പിന്നെ ഒരു ഡീലക്സ് ചക്കി, ഇഷ്ടംപോലെ ബീഡി, എഴുതാനുള്ള കടലാസുകൾ, പെൻസിൽ, ഒരു വലിയ കത്തി. ഈ കത്തി ജയിൽ സൂപ്രണ്ട് സതയം എനിക്ക് പ്രത്യേകമായി അനുവദിച്ചു തന്നതാണ്. മാവ് പതിവയ്ക്കുക, ഒട്ടിക്കുക, ചെടികൾ നട്ടുവളർത്തുക എന്നീ കലയിൽ നൈപുണ്യമുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എൻ്റെ ലോക്കപ്പ് എന്നെ ചെറു ജയിലിൻ്റെ നേരെ മുൻവശത്ത് ദീർഘചതുരത്തിൽ ഒരു മുറ്റമുണ്ടാക്കിയിട്ടുണ്ട്. മുറ്റത്തിൻ്റെ അതിരുകൾ മുഴുവനും വിടർന്ന് പരിമളം പടർത്തുന്ന പന്നീർ ചെടികളാണ്. പിന്നെ ഊണിന് മീൻ വറുത്തത്, കോഴിമുട്ട, കരൾ, ഒരു സ്പെഷ്യൽ ചട്നി. ഈ ഐശ്വര്യപൂർണമായ രാജകീയ ജീവിതത്തിൻ്റെ തുടക്കം രാവിലെ കഞ്ഞി കൊണ്ടുവരുന്ന മഹാൻ മുതലാണ്. അദ്ദേഹം ഒരു ചുവന്ന തൊപ്പിക്കാരനാകുന്നു എന്ന് പറഞ്ഞാൽ ഒരാളെ കൊന്നിട്ടുണ്ട്, തൂക്കിയിട്ടിട്ടില്ല. ജീവപര്യന്തം കഠിന തടവ്. വട്ടമുഖവും മന്ദഹസിക്കുന്ന കണ്ണുകളുമുള്ള ഒരു വെളുത്ത തടിയനാകുന്നു അദ്ദേഹം. ഞാൻ കാലത്ത് എണീറ്റ് ചില്ലറ കസരത്തെല്ലാം ചെയ്യും. ചെറിയ തോതിൽ ഫയൽവാനാണല്ലോ. എൻ്റെ പനിനീർ തോട്ടത്തിനടുത്ത് വളരെ ഉയരത്തിൽ പോകുന്ന വണ്ണം കുറഞ്ഞൊരു പ്ലാവുണ്ട്. അതിൻ്റെ താഴത്തുള്ള കൊമ്പ് എൻ്റെ തുടയുടെ വണ്ണമുള്ളതാണ്. അത് ഞാൻ ബാറാക്കി അതിലും ചില കസരത്തുകൾ ചെയ്യും. അതെല്ലാം കഴിഞ്ഞ് കുളിച്ചു വരുമ്പോൾ അദ്ദേഹം, ചിരിക്കുന്ന കണ്ണുകളുള്ള ചുവന്ന തൊപ്പി, എൻ്റെ കഞ്ചോയും ഒരു സ്പെഷ്യൽ ചട്നിയും ലോക്കപ്പ് മുറിയിൽ മൂടി വച്ചിട്ടുണ്ടാകും. കഞ്ഞി എന്ന ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല, ചോറാണ്. എന്നാൽ ചോറാണോ? കുറച്ച് കഞ്ഞിവെള്ളവുമുണ്ട്. ആദ്യമായി എനിക്ക് കഞ്ഞി ഒഴിച്ചു തന്നപ്പോൾ അദ്ദേഹം പതുക്കെ എന്നോട് പറഞ്ഞു, ആശുപത്രി ഓർഡർലിയെ ചെന്ന് കാണണം, ചായ ഉണ്ടാക്കി വെച്ചേക്കും. ഞാൻ ചെന്നു. ഞാൻ കണ്ടു, കറുത്ത മെലിഞ്ഞ ഒരു സിംപ്ലൻ മീശക്കാരൻ, നല്ല വെളുത്ത പല്ലുകൾ, സുന്ദരമായ ചിരി. എൻ്റെ ഒരു പഴയ സ്നേഹിതനാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു തീവെപ്പ് കേസിൽ പെട്ടു. അക്കൂട്ടത്തിൽ 2 ആളുകളെയും കൊന്നിട്ടുണ്ട്. ചുവന്ന തൊപ്പി, ജീവപര്യന്ത കഠിന തടവ്. സ്വഭാവ ഗുണം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും ആശുപത്രി ഓർഡറിലായി. തേയില, പഞ്ചസാര, മുട്ട, കരൾ, റൊട്ടി, പാൽ, ബീഡി എന്നിത്യാദികളുള്ള മേലിൽ ഞാൻ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ നോക്കുമ്പോൾ റോസാ ചെടികളുടെ ഒരു വനം. ആശുപത്രിയുടെ പിറകിൽ വേര് പൊട്ടിക്കാതെ മണ്ണോടെ കൊണ്ടുവന്ന് നട്ടതാണ്. എൻ്റെ ചിന്ന ജയിലിൻ്റെ മുൻവശത്തുള്ള പനിനീർത്തോട്ടം. എൻ്റെ പൂന്തോട്ടം കണ്ടപ്പോൾ നേതാക്കന്മാർക്കും വേണം അത്തരത്തിലൊന്നു വീതം. എല്ലാവർക്കും ഓരോന്നും ഉണ്ടാക്കി കൊടുത്തു. നേതാക്കന്മാർ പുറംലോകവുമായി സമ്പർക്കം പുലർത്തി വന്നു. ജയിൽ വാർഡന്മാർ വഴിയാണ്. എഴുത്തുകൾ കൊണ്ടുപോകും, എഴുത്തുകൾ കൊണ്ടുവരും. അതിനൊക്കെ പണച്ചെലവുണ്ട്. വെളിയിൽ നിന്ന് രാത്രികാലങ്ങളിൽ ചില പൊതികൾ ഉയർന്ന മതിലിന് മീതെ കൂടി അകത്തു വീഴും. കാലത്തെ നേതാക്കന്മാർ അതെല്ലാം പെറുക്കിയെടുക്കും. കായ് വറുത്തത്, ശർക്കര ഉപ്പേരി, നാരങ്ങ അച്ചാറിലിട്ടത് മുതലായവ. ചിലപ്പോൾ ചെറിയ ടിന്നുകളും പാട്ടകളും പെറുക്കാൻ ഞാനും കൂടും. ഒരു ദിവസം ഒരു നേതാവ് എനിക്കും ശകലം നാരങ്ങ ഉപ്പിലിട്ട് തന്നു. ആ, എന്താ ഒരു രുചി! എത്ര അമൂല്യമായ ഒരു പദാർത്ഥം! അത് തന്നപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ആ മുഖഭാവം! അതിൻ്റെ ഗുണഗുണങ്ങളെപ്പറ്റി ഒരു മഹാകാവ്യം തന്നെ രചിച്ചു കൊടുത്താലും നമ്മുടെ കടമ തീരുകയില്ല. ഞാനങ്ങനെ എൻ്റെ സുഹൃത്തുക്കളും ശിഷ്യന്മാരുമായ ചുവന്ന തൊപ്പിക്കാരനോട് ചേർന്ന് സസുഖം വാണരുളുന്നു. ഒന്നിനും ഒരല്പവുമില്ല. ചിലപ്പോൾ ഞാൻ പെൺ ജയിൽ ഭാഗത്തേക്ക് നോക്കും. ഭീകരവും പൈശാചികവുമായ മതിൽ. ഞാൻ കേട്ട ചിരി ഓർക്കും, അനുഭവപ്പെട്ട മണവും. ഞാൻ ആ പൂന്തോട്ടത്തിൻ്റെ അടുത്തുള്ള പ്ലാവിൽ വലിഞ്ഞു തൂങ്ങിക്കയറും. നേതാക്കന്മാരും മറ്റും ഊണ് കഴിഞ്ഞ് ഉച്ചയ്ക്കൊന്ന് മയങ്ങുന്ന സമയത്താണ്. പ്ലാവിൻ്റെ ഉച്ചയിൽ ഞാൻ കയറി നിൽക്കും. സ്വതന്ത്ര ലോകത്തെ, അല്ലെങ്കിൽ എന്ത് സ്വതന്ത്ര ലോകം, ഭൂഗോളം തന്നെ ഒരു വലിയ ജയിലാണല്ലോ. ഏതായാലും വൻമതിലിന് വെളിയിൽ ദൂരെയുള്ള റോഡ്. സ്ത്രീ പുരുഷന്മാർ ഈ ചെറിയ ജയിലിലെ വിവരമൊന്നും അറിയാതെ നടന്നു പോകുന്നു. സുഹൃത്തുക്കളെ, ഒന്നിങ്ങോട്ട് തിരിഞ്ഞു നോക്ക്. ഞാൻ പറയുന്നത് സ്ത്രീജനങ്ങളോടാണ്. ഒന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങളെ ഒന്ന് കണ്ട് കൺകുളിർപ്പിക്കട്ടെ. അങ്ങനെ കുറേ കഴിഞ്ഞ് താഴെ ഇറങ്ങിപ്പോരും. ഞാൻ ഈ പറയുന്നത് ജയിലിലുള്ള ഓരോ പുരുഷൻ പറയാൻ കഴിയും. എൻ്റെ വികാരങ്ങളെ തന്നെ ഓരോ ജയിൽ പുള്ളിയുടേതെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഏകാന്ത രാത്രികൾ, നിങ്ങളുടെ ഏകാന്ത ചിന്തകൾ, ഞങ്ങളുടെ ലൈംഗിക സ്വപ്നങ്ങൾ ഏതായാലും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ചുഴിഞ്ഞിറങ്ങിയിരിക്കാത്തതാണ് നല്ലത്. ഞാൻ എൻ്റെ പനിനീർ തോട്ടത്തിൻ്റെ നടുക്ക് ചുമ്മാ നിൽക്കും. ചുറ്റും വിടർന്ന സൗരഭ്യം പരത്തുന്ന പുഷ്പങ്ങൾ,
സൗന്ദര്യമുണ്ട്, മണവുമുണ്ട്. പക്ഷേ എന്തോ ഒന്നില്ല. ആരുടെയോ എന്തിൻ്റെയോ ഒരഭാവം. എന്താണത്? വേണ്ട, ഈ ചിന്തകൾ നല്ലതല്ല. പെണ്ണിലേക്കാണ് ചിന്തകളെല്ലാം പോകുന്നത്. ഞാൻ എണീറ്റ് നടന്നു. പല മതിലുകൾ, പല വാതിലുകൾ. എല്ലായിടത്തും വാർഡന്മാരുണ്ട്. വാർഡന്മാരുടെ കണ്ണിൽ പെടാതെ ജയിലിലൊന്നും നടത്താൻ സാധ്യമല്ല. ഉയരത്തിൽ നിന്ന് നോക്കാൻ വലിയ ഗോപുരവുമുണ്ട്. ഞാൻ ആ ഗോപുരത്തിൻ്റെ പരിസരത്തു കൂടി നടക്കുകയാണ്. അപ്പോൾ ഒരു കാഴ്ച കണ്ടു. ഞാൻ നിന്ന് ചിരിച്ചുപോയി. അത്രയ്ക്കുള്ള നല്ലൊരു വരവ്. കൂച്ചു ചലങ്ങിയിട്ട ഒരു മതിയാന, അല്ല മനുഷ്യൻ. കറുത്ത തൊപ്പി, വെളുത്ത നീണ്ട ഒത്തവണ്ണമുള്ള ഒരു യുവാവ്, തേജോമയങ്ങളായ കണ്ണുകൾ. തല എടുത്തു പിടിച്ച് പിറകോട്ട് വളഞ്ഞ് ബുദ്ധിമുട്ടി നടക്കുന്നു. കഴുത്തിൽ നിന്നും 2 ചങ്ങലകൾ പുറത്തേക്ക് കൂടി കാലുകൾ തളച്ചിരിക്കുന്നു. അതിൻ്റെ വലിവാണ് ആ വളവ്. ജയിൽ ചാടാൻ ശ്രമിച്ച വല്ല കള്ളനുമാണോ? ഞാൻ അടുത്ത് ചെന്ന് സ്തബ്ധനായി നിന്നുപോയി. എൻ്റെ ഒരു പഴയ ക്ലാസ്മേറ്റാണ്. ഞങ്ങളുടെ കണ്ണുകൾ നോക്കി, ഞങ്ങളുടെ മനസ്സുകൾ ഓർമ്മിച്ചു. ഞങ്ങൾ ചിരിച്ചു. ഞങ്ങൾ പല വർത്തമാനങ്ങളും പറഞ്ഞു. പിന്നെയും ഞങ്ങൾ ചിരിച്ചു. മൂപ്പരെന്നെ എങ്ങനെയെങ്കിലും രഹസ്യമായി കാണാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ആരെങ്കിലും പറഞ്ഞയക്കാൻ വയ്യായിരുന്നോ? നമ്മൾ തമ്മിൽ പരിചയമുണ്ടെന്ന് ആളുകൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചിലല്ലേ? നിൻ്റെ സ്നേഹിതനാണെന്ന് പറയടാ, കള്ളബടുക്കൂസേ. ഞാൻ പുല്ലേ. ഞാൻ കെട്ടിപ്പിടിച്ച് കവിളിലൊരു ചുംബനം വെച്ചു കൊടുത്തു. അത് ഞാൻ ജയിലിലെ ഓരോരുത്തരെയും ചുംബിച്ചതുപോലെയായി. ഈ ചുംബന വൃത്താന്തം ജയിലാകെ അറിഞ്ഞു. ജയിൽ രോമാഞ്ചം കൊണ്ടു. ഈ ചെങ്ങലക്കിട്ട തേജോമയങ്ങളായ കണ്ണുകളുള്ള ഉടമസ്ഥന് ജീവിച്ചിരിക്കുന്ന ജയിലിലെ ഒരു ഇതിഹാസമാണ്. രക്തസാക്ഷിയാണ്. മൂപ്പര് 1.5 കൊല്ലത്തെ ശിക്ഷയുമായി വന്ന ഒരു കള്ളനാകുന്നു. ബീഡി, ചെറിയ ചക്കര, ഉണക്കപ്പരവ എന്നിവകളുടെ ബിസിനസ്സുണ്ട് ജയിൽ മൂപ്പർക്കിപ്പോഴും. ജയിലിൽ വന്ന് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ സംഭവം ഉണ്ടായി. ഒരു ജയിൽ വാർഡന് ഒരു കുശാണ്ട് ഒപ്പിച്ചു. മുമ്പൊരു വാർഡൻ ചെയ്യാത്തതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണമിത്. നമുക്ക് ആ വാർഡനെ കുശാണ്ട വാർഡൻ എന്ന് വിളിക്കാം. കുശാണ്ട വാർഡറുടെ ചൈതി എൻ്റെ ക്ലാസ്മേറ്റിന് പിടിച്ചില്ല. ഈ ജയിൽ നടക്കുന്ന ബിസിനസ്സിൻ്റെ ലാഭത്തിൽ ഒരംശം ഒരുമാതിരി വാർഡന്മാർക്കെല്ലാം ഉണ്ട്. ജയിലിന് പുറത്ത് ദൂരെ ചില സ്ഥലങ്ങളിൽ പാറ പൊട്ടിക്കാനും മറ്റും കുറേ അധികം ജയിൽ പുള്ളികളെ പുറത്തേക്ക് കൊണ്ടുപോകും. ആ ഭാഗങ്ങളിൽ ആൾപ്പാർപ്പുള്ള ധാരാളം കുടിലുകളുണ്ട്. അവിടെയാണ് മൊത്തക്കച്ചവടം. പിന്നെ അങ്ങനെ എൻ്റെ ക്ലാസ്മേറ്റ് ജയിലിലെ ഒരു വലിയ ബിസിനസ്മാനായി തീർന്നു. ലങ്കോട്ടി വഴിയാണ് പലതും ജയിലിനുള്ളിൽ വരുന്നത്. ഗേറ്റിൽ പരിശോധനയുണ്ട്. തുണി ഒന്നുരിഞ്ഞു കാണിക്കണം. 1/4 നിമിഷം മതി. ക്ലീൻ. എന്താണെന്ന് വെച്ചാൽ തൊപ്പി, ഷർട്ട്, മുണ്ട്, തോർത്ത് ഇത്രയും ജയിലിൽ നിന്ന് കൊടുക്കുന്നതാണ്. അതൊക്കെ പരിശോധിച്ചു. അതിനൊന്നും ഒരു ചുക്കും കണ്ടില്ല. ലങ്കോട്ടി ജയിലിന് അജ്ഞാതമാണ്. ഒരു പക്ഷേ അതിന് മനുഷ്യരുടെ ഒരു ഭാഗമായിരിക്കാം. അങ്ങനെ പോകുന്നു കിസ്സ. ഇതിലൊന്നും കാര്യമായി ശ്രദ്ധിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് വേറെയാണ്. നമ്മുടെ കുശാണ്ട വാർഡൻ ഒരു കുശാണ്ടം ഒപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ കുശാണ്ട വാർഡറുടെ കരണക്കുറ്റിക്ക് 2 സുന്ദര വീക്ക് എൻ്റെ ക്ലാസ്മേറ്റ് വെച്ചു കൊടുത്തു. വിവരം ജയിലാകെ അറിഞ്ഞു. ആൺ ജയിൽ തന്നെയല്ല, പെൺജയിലിലും. രണ്ടിനും രോമാഞ്ചമുണ്ടായി. എൻ്റെ ക്ലാസ്മേറ്റിന് മുക്കാലയിട്ട് കെട്ടി 12 നല്ല അടി കിട്ടി. ക്ലാസ്മേറ്റിൻ്റെ ശിക്ഷ വർദ്ധിച്ചു. 3 കൊല്ലമായി. മുറിവുകൾ ഉണങ്ങി. എൻ്റെ ക്ലാസ്മേറ്റ് ശരിക്കും നടന്നു തുടങ്ങി. വെളിയിൽ കല്ല് പൊട്ടിക്കാൻ പോകണമല്ലോ. പക്ഷേ കുശാണ്ട വാർഡൻ അതിനെതിര്. നിങ്ങൾ എന്നെ അറിഞ്ഞുകൂടാ, എൻ്റെ നാട് അറിഞ്ഞുകൂടാ, എന്നാ പിടിച്ചോ എന്നുള്ള ഉശിരൻ മുഖപ്രസംഗത്തോടെ എൻ്റെ ക്ലാസ്മേറ്റ് വെച്ചു കൊടുത്തു കുശാണ്ട വാർഡറുടെ ചങ്ങിന് 2 കുത്ത്. മേമ്പൊടി എന്ന വണ്ണം നാഭിക്ക് ഒരു പരമരസികൻ തൊഴിയും. ഇതിൽ കാര്യമായ തെറ്റൊന്നുമില്ല. ജയിലിന് വെളിയിലായാലും കുശാണ്ട വാർഡൻ ജയിലിൽ ചെയ്തികൾ കേട്ടാൽ അയാളെ ആരും ഓടിച്ചിട്ടടിക്കും. അത്രയ്ക്കും സംസ്കാരശൂന്യമായ പണിയാണ് അയാൾ ചെയ്യുന്നത്. എൻ്റെ ക്ലാസ്മേറ്റിന് മുക്കാലയിട്ട് കെട്ടി 24 അടി കൂടി കിട്ടി. അദ്ദേഹം അതെല്ലാം നിന്നുകൊണ്ടു. ബോധക്ഷയമുണ്ടായില്ല. ശിക്ഷ അങ്ങനെ 6 കൊല്ലമായി. ജയിലിൽ കുശാണ്ട വാർഡൻ ഒറ്റപ്പെട്ടു. പുള്ളികളായ പുള്ളികളെയെല്ലാം നോട്ടപ്പുള്ളിയായി. ഓരോരുത്തരുടെയും കണ്ണുകൾ അയാൾ കണ്ടത് കൊലപാതകത്തിൻ്റെ തിളക്കമാണ്. കഴുത്തിന് ഞെക്കിപ്പിടിച്ച് കൊന്നുകളഞ്ഞെങ്കിലോ? വെളിയിൽ അത്യാവശ്യമായ ജോലിയുണ്ടെന്നുള്ള കാരണം പറഞ്ഞ് കുശാണ്ട വാർഡൻ പേടിച്ച് ജോലി രാജിവെച്ചു പോയി. ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നൊക്കെ പറയാറുണ്ടല്ലോ. ജയിലിൽ ഒറ്റക്കെട്ടായി തന്നെ നിന്നു. കല്ല് പൊട്ടിക്കാൻ വെളിയിൽ നിന്ന് പോയെങ്കിലും
ജയിലിലെ കച്ചവടമെല്ലാം നടത്തുന്നത് എൻ്റെ ക്ലാസ്മേറ്റാണ്. ഈ വിധമെല്ലാം പരമസൗഖ്യത്തിൽ ഞാൻ ജീവിക്കുന്നു. അത്യാവശ്യ സാധനങ്ങളെല്ലാം എൻ്റെ കൂട്ടിലുണ്ട്. ഇത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. പലപ്പോഴും ഒരു അസിസ്റ്റൻറ്റ് ജയിലർ എനിക്ക് ലോക്കപ്പിൽ വരും. ഹാറ്റും കാക്കി ഷർട്ടും കാക്കി പാൻറ്റും ഷൂസും ധരിച്ച വിനോദപ്രിയനായ ഒരു വെളുത്ത ചെറുപ്പക്കാരൻ. അദ്ദേഹത്തെ അനിയൻ ജയിലർ എന്നാണ് പുള്ളികൾ വിളിക്കാറ്. അദ്ദേഹം എൻ്റെ അടുത്ത് വരുന്നത് ലോക്കപ്പ് പരിശോധിക്കാനല്ല, ചുമ്മാ വർത്താനം പറയാനാണ്. അദ്ദേഹത്തിന് ചെറിയൊരു അൾസേഷ്യൻ നായയുണ്ട്. ജോക്കർ എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ പരിശീലനം, വ്യായാമം, ആഹാരം എന്നീ വിഷയങ്ങളെപ്പറ്റി ഞങ്ങൾ സംസാരിക്കും. ഞാൻ കുറേയധികം പട്ടിക്കഥകൾ പറയും. അനിയന് അതെല്ലാം കേൾക്കാൻ ബഹുരസമാണ്. ഞാൻ അദ്ദേഹത്തിന് കടുംചായ ഉണ്ടാക്കി കൊടുക്കും. എൻ്റെ പക്കൽ തേയിലയും പഞ്ചസാരയും ഉണ്ടെന്ന് മിക്കവർക്കും അറിയാം. വെളുപ്പിന് 5 മണിക്ക് തൂക്കിലേറ്റ് പോകാൻ പോകുന്ന ഒരു പുള്ളി രാത്രിക്ക് ലേശം ചായ കുടിക്കണമെന്ന് തോന്നും. വാർഡൻ എന്നെ വിളിച്ചെണീപ്പിച്ച് വിവരം പറയും. ഞാൻ കടുംചായ ഉണ്ടാക്കി കൊടുക്കും. 1-2 ബീഡിയും തീപ്പെട്ടിയും ധൈര്യമായിരിക്കാൻ പറഞ്ഞയക്കും. മരണത്തെ 2 വിധത്തിൽ നേരിടാമെന്നും പറഞ്ഞയക്കും. കരഞ്ഞുകൊണ്ട്, ചിരിച്ചുകൊണ്ട്, എങ്ങനെയായാലും മരിക്കും. ആയതിനാൽ ചിരിച്ചുകൊണ്ട് തന്നെ മരണത്തെ നേരിടുക മംഗളം. അപ്പോഴൊക്കെ ഞാൻ ഉറങ്ങാതിരിക്കും. 5 മണിക്കുള്ള തൂക്കിക്കൊല്ലൽ കഴിഞ്ഞ് 6 മണിക്കേ ഞാൻ കിടക്കൂ. മയങ്ങിപ്പോകുമ്പോഴായിരിക്കും നേതാക്കന്മാർ ആരെങ്കിലും വന്നെന്നെ വിളിച്ചുണർത്തുന്നത്. ഇത് ദ്രോഹബുദ്ധിയോടെയല്ല. ഞാൻ മരണത്തിന് കൂട്ടിരിക്കുകയായിരുന്നു എന്നവർക്ക് അറിഞ്ഞുകൂടല്ലോ. അവിടെ വാദപ്രതിവാദങ്ങളും പൊട്ടിച്ചിരിയുമാണ്. ആകെക്കൂടി ഒരു ചെറിയ ടൗൺ. തർക്കങ്ങൾ, ഒച്ച, ചിരി, ബഹളം. ചിലപ്പോൾ അനിയൻ ജയിലറുടെ കൂടെ ജയിൽ സൂപ്രണ്ടും വരും. നേതാക്കന്മാരുമായി വർത്താനം പറഞ്ഞിട്ട് എൻ്റെ പൂന്തോട്ടത്തിൽ വരും. എനിക്ക് വൃക്ഷങ്ങളോടെയും ചെടികളോടെയൊക്കെ ഒരു വലിയ ഇഷ്ടമാണ്. ഓരോ വൃക്ഷത്തെയും ഓരോ ചെടിയെയും ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ വർത്താനം പറഞ്ഞാൽ ചെടികളും വൃക്ഷങ്ങളും മനസ്സിലാക്കും എന്നുവരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ജയിൽ സൂപ്രണ്ടിനും ഇതേ ഭാവമാണ്. ഞങ്ങൾ ചെടികളെപ്പറ്റി സംസാരിക്കും, വൃക്ഷങ്ങളെപ്പറ്റി സംസാരിക്കും, അതിനിടേണ്ട വളം, ചെയ്യേണ്ട ശുശ്രൂഷകൾ എല്ലാം. അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നടക്കും. ജയിൽ സൂപ്രണ്ടിൻ്റെ വീട്ടിൽ ഒരു 6 ചട്ടി നല്ല റോസാ ചെടികളുണ്ട്. അതെല്ലാം ഈ ഉള്ളവന് കൊടുത്തയച്ചതാണ്. ഈ ജയിൽ സൂപ്രണ്ടുമായുള്ള എൻ്റെ കൂട്ടുകെട്ട് എൻ്റെ സുഹൃത്തുക്കളായ ചില ചുവന്ന തൊപ്പിക്കാർക്ക് ഇഷ്ടമായില്ല. അയാളുടെ ശുപാർശ കൂടാതെ ഇവിടെ ജീവിക്കാൻ വയ്യേ? എന്തിനാ അയാളോട് ചിരിച്ചു കുഴഞ്ഞ് വർത്താനം പറയുന്നു? അയാളല്ലേ എൻ്റെ ക്ലാസ്മേറ്റിനെ മുക്കാലയിൽ കെട്ടിയുള്ള അടി 2 ഡസനാക്കിയത്. അനിയൻ ജയിലർ അയാളേക്കാൾ എത്രയോ നല്ലവൻ. സംഭവങ്ങളുടെ പോക്ക് കണ്ടോ? ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേരുക തന്നെ വേണം. ഒരു ചേരിയിലും ചേരാതെ ഒരു സ്വതന്ത്ര മനുഷ്യനായി എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാൻ സാധ്യമല്ല. ഞാൻ അധികവും കൂട്ടിൽ തന്നെയാണ്, അല്ലെങ്കിൽ ചെടികളോടോ വൃക്ഷങ്ങളോടോ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കും. ഇങ്ങനെയുള്ളൊരു സമയത്ത് അനിയൻ ജയിലർ വന്നു പറഞ്ഞു, രാഷ്ട്രീയ തടവുകാരെല്ലാം വിടാൻ പോകുന്നു. എല്ലാവർക്കും സന്തോഷമായി. ചിരിയും ബഹളവും ആർപ്പും. എല്ലാവരുടെയും വസ്ത്രങ്ങൾ അനിയൻ ജയിലർ വരുത്തിച്ചു തന്നു. അതെല്ലാം അലക്കി ഇസ്തിരിയിട്ട് ഇടിച്ച് കടലാസ് പൊതികളിലാക്കി വെച്ചു. സമൃദ്ധമായി എല്ലാവരും മുടി വെട്ടിച്ച് ഷേവ് ചെയ്തു. കൂട്ടത്തിൽ ഈ ഉള്ളവൻ്റെ കഷ്ണിത്തലയിലെ എളിയ തോതിലുള്ള മുടിയും വെട്ടിച്ച് മുഖവും വടിപ്പിച്ചു. മീശ നിർത്തി. സുന്ദരനായി എന്ന വിശ്വാസത്തോടെ സന്തോഷിച്ചു. ഞങ്ങൾ പോകാൻ തയ്യാറായി. ഞാൻ കള്ളന്മാരും കൊലപാതകിയുമായ സുഹൃത്തുക്കളോടെല്ലാം യാത്ര പറഞ്ഞു. എല്ലാവർക്കും കത്തുകൾ അയക്കാമെന്നും പറഞ്ഞു. എല്ലാവർക്കും പുസ്തകങ്ങൾ അയച്ചു കൊടുക്കാമെന്നേറ്റു. അങ്ങനെ വിടുതൽ അല്പവും സമയവും പ്രതീക്ഷിച്ചിരിപ്പായി. വിടാൻ ഓർഡർ വന്നു. വിട്ടു, ഒരാളെ ഒഴിച്ച്. ഈ പാവപ്പെട്ടവനെ വിടാൻ ഓർഡർ ഇല്ല. പിശക്കായിരിക്കും. അനിയൻ ജയിലർ ഓടി. ജയിൽ സൂപ്രണ്ടിനെ കൊണ്ട് എനിക്കായി ഒരു സ്പെഷ്യൽ ഫോൺ ചെയ്യിപ്പിച്ചു. ശരി തന്നെ, ഈ ഉള്ളവനെ വിടുന്നില്ല. നല്ലത്. വേണ്ടത്ര പാകതയില്ലാത്തതുകൊണ്ടായിരിക്കും. അടുത്ത ഭാഗം നാളെ.